കുഞ്ഞപ്പോ നമ്മക്ക് സെൻട്രന്ന് ഒരു 5.25-6 ലക്ഷം കിട്ടി പാസ്സാക്കി. ആ പാസ്സാക്കിയിട്ട് ഈ വീട് ഇപ്പം ഇങ്ങനെ ആയിട്ടുള്ള കുഞ്ഞപ്പോ ഇതുവരെ ഒരു എഴുത്തുകൊത്തോളം ബാക്കി ഒന്നും നടക്കണില്ല. കാശിട്ട് കയ്യിൽ നിന്ന് ഞാൻ ഇറക്കില്ല, ഒക്കെ കാശ് കൊണ്ട് അങ്ങോട്ട് തീർക്കും. ഇതിൽ വല്ല ബാധയുണ്ടോ? നമ്മുടെ കോരൻ്റെ പ്രേതാട്ട കയറിണ്ടാ ഈ വീട് ഇങ്ങനെ എന്നാ പണി തീരാതെ കിടക്കണ കൊല്ലം മാതിരിയായി. ഇതും വെച്ച് നീക്കണോ? കാശിനി കയ്യിൽ നിന്ന് ഇറക്കൊന്നുമില്ല ഞാൻ, ഒക്കെ ഗവൺമെൻറ് തരണം. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അവർ വന്ന് നോക്കി അടുത്ത കടു തന്നാലാ ഞാൻ ഇനി പണി തീർക്കുള്ളൂ. അങ്ങനെയുണ്ടാ? അതിപ്പോൾ അവരിപ്പോൾ വരണ്ടേ, വന്ന് നോക്കണ്ടേ? ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ ഭയങ്കര തിരക്കാവുന്നേ. നമ്മുടെ വീട് മാത്രമല്ലല്ലോ, ഇന്ത്യയിൽ മുഴുവൻ വീടുകൾ വെച്ച് കൊടുക്കണല്ലേ. അപ്പോൾ അതുകൊണ്ട് എല്ലാം പോയി നോക്കണ്ടേ? ഇപ്പോൾ ഒരു ഉദ്യോഗസ്ഥനൊന്നല്ലല്ലോ കുഞ്ഞപ്പോൾ, ഇതിൻ്റെ മുഴുവൻ ഉദ്യോഗസ്ഥൻ തന്നെയില്ലടാ. ഇവർക്കൊക്കെ തീറ്റി പാറ്റണ്ടേ ഇങ്ങനെ ഓരോന്ന് കൊടുത്തിട്ട്. അപ്പോൾ അവർ ഇങ്ങനെ വയറ് നിറച്ച് വരാവുകയെ. 1.5 കൊല്ലമായി. ഇതിൽ വല്ല ബാധയുണ്ടോ കുഞ്ഞാപ്പോ? എനിക്കും തോന്നുന്നുണ്ട് അങ്ങനെ നമ്മുടെ കോരൻ്റെ പ്രേതം ഇതിലേക്ക് ചാടിയോ തെങ്ങിൻ്റെ മുകളിൽ നിന്ന്. സംശയമുണ്ട് കേട്ടാ. അതന്നെ എനിക്കെന്ന് തോന്നണ കുഞ്ഞാപ്പോ, ഈ കോരൻ്റെ പ്രേതം നിൻ്റെ മുകളിലേക്ക് ചാടിയോന്ന്. കാരണം നമ്മളെ വേടിയേട്ടാനേ, അപ്പോൾ പ്രേതബാധ ഉണ്ടെങ്കിൽ പണി തീരില്ല, പണി തീരാത്ത വീടാവും. ആ കോരനെ പാർപ്പിക്കണല്ലോ, വല്ല പണിക്കരെയും കിട്ടോ, വല്ല മന്ത്രവാദിയും കൊണ്ടിട്ട് ഒരു പൂജ ചെയ്ത കോരനൊക്കെ നമുക്ക് അറബിക്കടലിൽ കൊണ്ടുപോയിട്ട് അങ്ങോട്ട് ഒഴുക്കി വിടാം. പിന്നെ കോര ഈ ലോകത്തു നിന്ന് പോവും. പിന്നെ അങ്ങോട്ട് വരില്ല, ഭൂമിയിൽ കാല് കുത്തില്ല കുഞ്ഞാപ്പോ. അപ്പം അങ്ങനെ നല്ലതെന്നാണ് എനിക്ക് തോന്നണേ. കാരണം എന്താ വെച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ നാളെയും നമുക്ക് ബാധിക്കും. ഇത് പണി തീരാതെ കിടക്കുകയും ചെയ്യും. ഞാനിതിൽ താമസാക്കാന്നാണ് വിചാരിച്ചത്. അയ്യോ കുഞ്ഞാപ്പോ, ഇതിൽ പ്രേതണ്ടാ, രാത്രി തന്നെ പിടിക്കും. എനിക്ക് പേടിയൊന്നുമില്ല, നീ ഞാൻ നിന്നോളാം.